സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വടക്കേക്കര പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ ജല അതോറിറ്റി ഓഫീസിലേക്ക് സമരം സംഘടിപ്പിച്ചു. വടക്കേക്കര പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പഞ്ചായത്ത് അംഗങ്ങൾ പറവൂരിലെ ജല അതോറിറ്റി ഓഫീസിൽ സമരം നടത്തി. മാലിങ്കര കോട്ടുവള്ളിക്കാട് കുഞ്ഞിത്തെ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിച്ചിട്ട് 13 ദിവസമായി. ജനങ്ങൾ വലഞ്ഞിട്ടും അധികൃതർ അനങ്ങാപ്പാറനായും സ്വീകരിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധവുമായി മുഴുവൻ ജനപ്രതിനിധികളും സമരത്തിനെത്തിയത്. വടക്കേക്കര പഞ്ചായത്തിന് 6917 MLDയും ചിറ്റാറ്റുകര പഞ്ചായത്തിന് 3777 MLD വെള്ളവുമാണ് ദിനംപ്രതി ലഭിക്കേണ്ടത്. എന്നാൽ അത്രയും അളവിൽ പമ്പിംഗ് നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ചൊവ്വര ജലശുദ്ധീകരണശാലയിൽ നിന്നും 10 പഞ്ചായത്തുകൾക്കും ഒരു നഗരസഭയ്ക്കുമായി 60 MLD വെള്ളമാണ് നൽകുന്നത്. എന്നാൽ ഇവിടെ KSEBയുടെ വൈദ്യുതി ലൈൻ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ 5 പഞ്ചായത്തുകൾക്കായി 15 MLD വെള്ളം നൽകുന്ന മുപ്പത്തടം ജലശുദ്ധീകരണശാലയിൽ ഭൂമിക്കടിയിലൂടെയാണ് വൈദ്യുതി ലൈൻ വലിച്ചിരിക്കുന്നത്. കാറ്റും മഴയും മൂലം വൈദ്യുതി തടസ്സമുണ്ടായാൽ ചൊവ്വരയിൽ നിന്ന് പറവൂരിലേക്കുള്ള പമ്പിംഗ് നിലയ്ക്കും. ഇതും ഒരു പരിധിവരെ വടക്കേക്കരയിലെ കുടിവെള്ളക്ഷാമത്തിന് കാരണമാകുന്നുണ്ട്. ചൊവ്വരയിലെ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഇടപെടാത്തതും പ്രശ്നം സങ്കീർണമാക്കുന്നുണ്ട്. ദിനംപ്രതി നൽകേണ്ട അളവിലുള്ള വെള്ളം വടക്കേക്കരയിലേക്ക് പമ്പിംഗ് നടത്തുമെന്ന് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KS അനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ദിവ്യ സനൽകുമാർ, MD മധുലാൽ, VD ദീപുലാൽ എന്നിവർ സംസാരിച്ചു. ഈ വടക്കേക്കരയിലെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ജില്ലാധികാരികളുമായി ഞങ്ങൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 3 മാസമായി വെള്ളത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട വെള്ളം ഇവിടെ പറവൂരിലേക്ക് ചൊവ്വരയിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ഘട്ടത്തിനകത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് 63 MLT ആയി. അതിപ്പോ കിട്ടുന്നത് 59 MLT ആണ്. 63 MLT കിട്ടുന്ന സമയത്ത് 6.917 വെള്ളം വടക്കേക്കരയ്ക്ക് കിട്ടിയിരുന്നു. ഇപ്പോ 59 MLT ആയി കഴിഞ്ഞപ്പോ വടക്കേക്കരയുടെ 2 MLT വെള്ളമാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. ഇത് അവിടത്തോട് മാത്രമാണ് ചെയ്താക്കണം. കാരണം പറവൂരിലെ മുഴുവൻ മറ്റു പഞ്ചായത്തുകളുമായി ഡിവൈഡ് ചെയ്തു പോകുമ്പോൾ മറ്റു പഞ്ചായത്തുകളിൽ മാറ്റം വരുത്താതെ ഇവിടെ മാത്രം വടക്കേക്കരയ്ക്കുള്ള പമ്പിങ്ങിൽ വലിയ രീതിയിൽ ഗണ്യമായ വെള്ളം വെട്ടിക്കുറവ് വരുന്നു എന്നത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഒരു സംശയം വേണ്ട. ഇത് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരോട് ചോദിക്കാൻ, സംസാരിക്കാൻ ഇവിടെ വരുമ്പോൾ ഒരു കാലത്തും AXE ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, പറവൂർ.